ഗണേശോത്സവം സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവം 2024 വിപുലമായ പരിപാടികളോടെ നടത്തും. ശനിയാഴ്ച വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിമജ്ജന ഘോഷയാത്രയും സമാപന പൊതുസമ്മേളനവും ഉണ്ടാകും. തുടർന്ന് ഗുരുവായൂർ, മുതുവട്ടൂർ, ചാവക്കാട് വഴി ദ്വാരക ബീച്ചിൽ എത്തിച്ചേർന്ന് കടലിൽ നിമജ്ജനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 300-ൽ പരം ഗണപതി വിഗ്രഹങ്ങളും 10,000-കണക്കിന് ഭക്തജനങ്ങളും ഘോഷയാത്രയിൽ പങ്കെടുക്കും. സമ്മേളനം ഗണേശോത്സവ സ്വാഗത സംഘം ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ധർമ്മജാഗരണ പ്രമുഖ് വി.കെ. വിശ്വനാഥൻ അനുഗ്രഹ പ്രഭാഷണവും നടത്തും. ഗണേശോത്സവത്തിന്റെ ഭാഗമായി പ്രധാന ഗണേശ വിഗ്രഹം ബുധനാഴ്ച വൈകിട്ട് 4-ന് ഗുരുവായൂർ മഞ്ജുലാൽ പരിസരത്ത് എത്തിച്ചേരും. വാദ്യമേളങ്ങളോടും താലപ്പൊലിയോടും കൂടി സ്വീകരിച്ച് വിവിധ സംഘടനകളുടെയും സമുദായങ്ങളുടെയും പ്രതിനിധികൾ ഹാരാർപ്പണം നടത്തും. തുടർന്ന് പ്രഭാഷണത്തിന് ശേഷം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥാപിക്കുകയും ചെയ്യും. തുടർന്ന് 3 ദിവസം ഗണപതി ഹോമം, ഭജന, ദീപാരാധന തുടങ്ങിയവ ഉണ്ടാകും. ഗണേശോത്സവത്തിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് 7 മണി മുതൽ 8:30 വരെ ഗുരുവായൂർ ക്ഷേത്രം തെക്കേ നടയിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സാംസ്കാരിക സന്ധ്യയും ഉണ്ടാകും. ഗുരുവായൂരിൽ ഗണേശോത്സവം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ തലമുതിർന്ന കാര്യകർത്താക്കളെ ആദരിക്കുകയും ചെയ്യും. സാംസ്കാരിക സന്ധ്യ ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. അഖില ഭാരത അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി സ്വാമി അയ്യപ്പദാസ് മുഖ്യപ്രഭാഷണം നടത്തും. ഭക്തജനങ്ങൾക്ക് മുട്ടിറക്കുന്നതിനും മറ്റു വഴിപാടുകൾ നടത്തുന്നതിനും സൗകര്യം ഏർപ്പെടുത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ.എസ്. പവിത്രൻ, ടി.പി. മുരളി, പി. വത്സലൻ, രവീന്ദ്രനാഥ്, രഘു ഇരിങ്ങപ്പുറം, സൂര്യൻ, ദീപക് ഗുരുവായൂർ, ലോഹിതാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു.